ഓക്കെ, ആദ്യമായിട്ടാണ് എനിക്ക് ഇത്ര ഇമോഷണലായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. പലരും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ഇതേ ശൈലിയിൽ നമ്മളെ ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഏറ്റെടുക്കുക, നമ്മളോട് സ്നേഹം കാര്യമായിട്ടും നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് എനിക്ക് നമുക്ക് കൊട്ടു കിട്ടണേ. നമുക്ക് പിന്നെ തിരിച്ചു പോകാനും പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു, ഇപ്പം മൊയല് ഇനി തിരിച്ചു പോയിട്ട് വീണ്ടും ജയിക്കണമെന്ന് വെച്ചാൽ നടക്കും ഇല്ല. പാലത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ചേട്ടാ ഇപ്പം നമ്മ എവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിക്കുന്നത്, മോനെ നീ എന്നോ അറിയാൻ വേണ്ടി പരീക്ഷിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴേ അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. നമ്മളെന്തീ പോവില്ലേ? യെസ്, പോവും. അതേപോലെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. സ്മൃതി സ്പെഷ്യൽ സ്കൂളിൽ ഞാൻ പഠിച്ചപ്പോൾ അവിടുത്തെ അധ്യാപകനായിരുന്ന രാജേഷ് സാർ, ഞങ്ങളെയൊക്കെ ഡാറ്റ എൻട്രി കമ്പ്യൂട്ടർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന രാജേഷ് സാർ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. മോനെ ജയ്ബിനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ട്, എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല, ഞാൻ വരാം സാർ എന്ന് പറഞ്ഞു. 1 മണിക്കൂർ നമ്മൾ സമയം സംസാരിക്കണേ. അത് ഈ 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതലുള്ള പിള്ളേർ, പിന്നെ അവരുടെ പാരൻസ് ഒക്കെ ആയിട്ട് ആണ് സദസ്സ്. സംസാരിച്ചത് കൊച്ചി ആലഞ്ചോടുള്ള SNDPയുടെ ശാഖയിലാണ്. ആദ്യമേ തന്നെ SNDP ശാഖയിൽ എനിക്ക് അങ്ങനെ അവസരം നിന്ന അതിൻ്റെ അധികൃതർക്കും എന്നെ അങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. സംഭവിച്ചത് 1-ാം തീയതിയാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടാണെന്ന് എനിക്കറിയാം, ഐ എം സോറി. അതേപോലെ രാജേഷ് സാറ് എന്നെ റെക്കമെൻഡ് ചെയ്തതിനും, പിന്നെ ഇവിടെ വന്ന് വീട്ടിൽ വന്ന് സാറിനെ പിക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടിട്ടാണ് സാറ് പോയത്. അങ്ങനെ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും ലോങ് ടൈം ഒരു സദസ്സിനുള്ളിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, 1 മണിക്കൂറൊക്കെ. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഇത്രയും 1 മണിക്കൂർ സമയമൊന്നും അങ്ങനെ ഒരു സദസ്സിൻ്റെ മുമ്പിലും ഇതുവരെ സംസാരിച്ചിട്ടില്ല. കൂടി 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു 15 മിനിറ്റൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. അതിൽ കൂടുതൽ ഞാൻ അങ്ങനെ ഒരു സദസ്സിൻ്റെ മുമ്പിലും ഇതുവരെ സംസാരിക്കേണ്ട ഒരു അവസരം കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുണ്ട്. ഒരുപാട് നല്ല നല്ല അമ്മമാർ, അതെന്ന് വെച്ചാൽ അമ്മമാരെന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ അമ്മയുടെ പ്രായമുള്ള, അല്ലെങ്കിൽ അമ്മച്ചിയുടെയൊക്കെ പ്രായമുള്ള, അമ്മയുടെ പ്രായമുള്ള കുറേ പേര് വന്ന് സംസാരിച്ചു. കുറേ പേര് വളരെ ഇമോഷണലായി. അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു. ആൻഡ് സ്വിമ്മിങ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുണ്ട്. എനിക്കിപ്പോഴും പുള്ളിക്കാരൻ എന്ത് വിളിക്കണം, എങ്ങനെ വിളിക്കണം എന്നെനിക്കറിയത്തില്ല. ഷാലി ചേച്ചി, ആ പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്ന് ആളാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിലിങ്ങനെ കയറി പിടിച്ചിട്ട്, മോനെ ജയ്ബിനെ എനിക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഇമോഷണലായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. ആളെന്നോട് പറഞ്ഞു, മോനെ ഞാനിവിടെ ഒരു സ്വിമ്മിങ് ക്ലാസ് നടത്തുന്നുണ്ട് നേതാജി ക്ലബ്ബിൽ, മോൻ വരണം, മോനെ എനിക്ക് സ്വിമ്മിങ് പഠിപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഇത്രയും കഴിവുകളുള്ള കുട്ടിയല്ലേ, സ്വിമ്മിങ് കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മോൻ കുറേ കൂടെ ഉഷാറാവുമെന്നൊക്കെ പറഞ്ഞ് വന്നു. ഞാനും ഭയങ്കര സർപ്രൈസ്ഡായി. ശരി, അങ്ങനെ ഒരാൾ വില്ലിങ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് യൂട്ടിലൈസ് ചെയ്യണ്ടേ. ഓഫ് കോഴ്സ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യണം, ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ എപ്പോഴും അവസരങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ നമ്മളത് തട്ടിക്കളയേണ്ട ആവശ്യമില്ല, നമ്മളത് യൂസ് ചെയ്യുക. അപ്പോൾ ഞാനത് യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. ഞാനത് ഓക്കെ പറഞ്ഞു. വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോഴും അവർക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ സംസാരിച്ച് മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കാരണം അറിയാമല്ലോ, നമ്മൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു പകപ്പ് എന്തായാലും നമുക്ക് ഉണ്ടാവില്ലേ. അപ്പോൾ ഉണ്ടായിരുന്നു. എനിക്കത് മുഴുവനായിട്ട് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. രാജേഷ് സാറ് റെക്കോർഡ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അത് നിങ്ങൾ കേട്ടിട്ടോ. ഞാൻ പറഞ്ഞ ഒരു 2 മിനിറ്റ് ടോക്കായിരിക്കും. ആ ടോക്കിൻ്റെ ഒരു 2 മിനിറ്റ് ഭാഗം, 1 മണിക്കൂറിൽ നിന്ന് 2 മിനിറ്റ് ഭാഗമുള്ളൂ. എന്നാലും അതൊന്ന് നിങ്ങൾ കേട്ടിട്ട് പോയോ. കാര്യമായിട്ടും നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് എനിക്ക് നമുക്ക് കൊട്ടു കിട്ടണേ. നമുക്ക് പിന്നെ തിരിച്ചു പോകാനും പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു, ഇപ്പം മൊയല് ഇനി തിരിച്ചു പോയിട്ട് വീണ്ടും ജയിക്കണമെന്ന് വെച്ചാൽ നടക്കും ഇല്ല. കഴിഞ്ഞു പോയി. അതേപോലെ ആണ് നമ്മുടെ തീരുമാനങ്ങൾ. നമ്മളെപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചും കണ്ടും തീരുമാനങ്ങൾ എടുക്കണം.
ഇപ്പോൾ ഞാൻ ഡിഗ്രി പാസ്സായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ എന്നെ കാണാം, ഞാൻ ഡിഗ്രി പാസ്സായിട്ട് നിൽക്കുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പേർക്ക് തഴഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രമുഖ കോളേജിലാണ് ആദ്യം സൈക്കോളജിക്ക് ഡിഗ്രി എടുക്കാൻ വേണ്ടി പോയത്. എൻ്റെ ഒരു കഥയാണ് കേട്ടോ, അനുഭവ കഥയാണ്. അങ്ങനെ അവിടെ പോയി ടീച്ചർമാരുടെയൊക്കെ മുൻപിൽ നിന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞത് കാഴ്ചാപരിമിതൻ ആയതുകൊണ്ട് ഇവിടെ പഠിക്കാൻ പറ്റില്ല, കണ്ണിന് കാഴ്ചക്കുറവ് ഉള്ളത് കൊണ്ട് ഇവിടെ പഠിക്കാൻ പറ്റില്ല. പൊക്കോ, നമ്മൾ കുറച്ചുകൂടെയൊക്കെ മുകളിൽ ഉപയോഗിക്കുമ്പോൾ സെമസ്റ്റർ എക്സാം എന്ന് പറയും, സെം എക്സാം എന്ന് പറയും. മൊത്തം 6 സെം ഉണ്ടാവും, 6 സെം ഉണ്ടാവും. അതിൽ 2 സെമസ്റ്റർ മാത്രമേ എനിക്ക് എഴുതാൻ ഭാഗ്യം കിട്ടിയുള്ളൂ. അതിന് മുമ്പ് അതിനെ തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച വിഷയമാണ്, അവരെന്നെ പുറത്താക്കി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നതോട് തളർന്ന് കുത്തി ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കാം, ഡോറൊക്കെ അടച്ച്, ആരോടും മിണ്ടാതെ, ഒന്നിനോടും പ്രതികരിക്കാതെ. പക്ഷേ അങ്ങനെ ഇരുന്നാൽ പോകുന്നത് എൻ്റെ ലൈഫല്ലേ, മറ്റാർക്കും അതുകൊണ്ട് ഒരു നഷ്ടമില്ല. ഉണ്ടോ? ഇല്ല, ആർക്കും ഇല്ല. ഈവൻ പാരൻസിന് പോലും വിഷമാവും. എൻ്റെ മോൻ ഡിഗ്രി പാസ്സായില്ല, എൻ്റെ മോൻ ഇങ്ങനെ തളർന്ന് കുത്തിയിരിക്കുകയാണല്ലോ, അവർക്ക് വിഷമം ഉണ്ടാവും. അവരെക്കാൾ ഉപരി നഷ്ടമായിരിക്കുകയാണ്. എനിക്ക് നല്ലൊരു ജോലി കിട്ടില്ല, എൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നഷ്ടപ്പെട്ട് ഞാനിങ്ങനെ ആരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പോലും ഞാൻ വന്നിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഞാനൊരു സ്റ്റെപ്പ് എടുത്തു. അത് വേറൊന്നുമല്ല, ഒരു ഡിഗ്രി എനിക്ക് പറ്റുന്നൊരു ഡിഗ്രി എന്തായാലും എഴുതേ പറ്റും. അതിനു വേണ്ടിയിട്ട് ഭാരത് മാതാ കോളേജിൽ പോയ സമയത്ത് അവിടെയും പല 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 പ്രശ്നങ്ങളും വന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു ടോക്ക്. ഇനി ഞാൻ ഇവിടെ ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ കുറച്ച് ഫോട്ടോസ് കാണിക്കാം. ഈ ഫോട്ടോസ് ഞാനിങ്ങനെ സ്ക്രീനിൽ കാണിച്ചു പോവാം. ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഫസ്റ്റ് ഫോട്ടോയിലുള്ള അതിൽ ഒരാളാണ് നമ്മുടെ ശാലി ചേച്ചി, എന്നെ നീന്തൽ പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഈ കാണുന്ന ഫോട്ടോ അവരെനിക്ക് ഉപഹാരങ്ങൾ, അതായത് ഒരു അവിടെ പോയി സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഉപഹാരം തരുന്നതാണ്. ഒരു എമൗണ്ട് എനിക്ക് തന്നൊരു കിട്ടി. അവിടെ പോയി സംസാരിച്ചിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ഒരു എമൗണ്ടാണ്, അത് കിട്ടി. ആൻഡ് ഇത് അവിടെയുള്ള കുറച്ച് അമ്മമാർ, വേറെ കുറച്ച് പേര് എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇനിയൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചുതരാം. അവിടെ ഉണ്ടായിരുന്നൊരു ചേച്ചിയാണ്, പുള്ളിക്കാരിയുടെ റിലേറ്റീവ്. സോറി, ഞാൻ കറക്റ്റ് ഇപ്പോൾ അത് ആരാന്നുള്ളത് വിട്ടുപോയി. ഒരു റിലേറ്റീവ്, ഒരു ബ്ലൈൻഡ് ആയിരുന്നു എന്നെപ്പോലെ, അല്ലെങ്കിൽ എന്നേക്കാൾ കാഴ്ചയില്ലാത്ത ഒരാളായിരുന്നു. ആളുടെ ഒരു അനുഭവം പുള്ളിക്കാരി വളരെ ഇമോഷണലായിട്ട് പറയുന്നതാണ് കേട്ടോ. എന്നോട് സംസാരിക്കുന്നത് സാറ് എടുത്താണ്, ഞാനത് കാണിച്ചു തരാം. പാലത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ചേട്ടാ ഇപ്പം നമ്മ എവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പം എന്നോട് ചോദിക്കുന്നത്, മണി മോനെ നീ എന്നോ ഇത് ഒന്ന് അറിയാൻ വേണ്ടി പരീക്ഷിക്കണോ എന്ന് ചോദിച്ചു. നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. അച്ഛനത്തിന് കണ്ണറിയാൻ പാടില്ല, എല്ലാത്തിനും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പം ഞാൻ ഇതായതാണ് ഞാൻ പറയാം. ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം പാലം പറഞ്ഞ് എല്ലാം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെ തന്നെ ആങ്ങളെൻ്റെ ആദ്യമായിട്ട് എൻ്റെ ആങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലേ ഈ കണ്ണറിയാൻ വളർത്ത വ്യക്തി ഇപ്പം മരിച്ചുപോയി. ഇപ്പം അടുത്താ മരിച്ചത്. ചെന്നപ്പില്ലേ തെങ്ങ് കയറുന്നു. ഉടനെ തന്നെ എൻ്റെ നാട്ടിനോട് പറയണു, സാറിൻ്റെ ഒരു കയറെടുത്തിട്ട് വന്നേന്ന് പറഞ്ഞു. നാട്ടിൽ ചെന്ന ആങ്ങളോട് പറയണു, ചേട്ടാ ഇതില്ലല്ലോ, തേങ്ങ തീർന്നെ എന്താ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തേങ്ങയൊക്കെ തീർന്നെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഈ ആങ്ങളെ ഓനെ ഒരു കയറെടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം തളപ്പൂരി എൻ്റെ ആങ്ങളെ ബന്ധുവായിട്ട് വീട്ടിൽ ചെന്നേക്കണേ. കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നിങ്ങനെ കസേരമ്മ ഇരിക്കണേ. അപ്പം ഈ അളിയനെന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അപ്പം ആങ്ങളെ എന്നോട് വന്ന് എൻ്റെ മൂത്ത ആങ്ങളെ പറയുകയാണ്. ആങ്ങളെ മരിച്ച് 2-3 വർഷം ഇവിടെ മൂത്ത ആങ്ങളെ വെച്ച് ചെന്ന് തെങ്ങുമ്മ 4 വർഷം നടന്ന് കൊണ്ടുവന്നത് ആങ്ങളെ ഇങ്ങനെ നോക്കിയിക്കണേ. നോക്കിയിരുന്നപ്പോൾ എന്താ സംഭവം തളപ്പം പറഞ്ഞിട്ട് ആള് കയറണേ. ആള് മുകളിലോട്ട് പിടിച്ചു ചേർത്തി അണ്ണാൻ കയറണ പോലെ എന്നോട് വന്ന് പറഞ്ഞ, മണി മോനെ എടി അളിയൻ കയറണം കണ്ടിട്ട് ഞാൻ അന്തിച്ചു. മുകളിൽ ചെന്നിട്ടില്ലേ എന്നിട്ട് വിളഞ്ഞ ഉണക്ക തേങ്ങ കിടക്കാണ്ട് ആൾ സാധനത്തിൽ വെച്ചു. അപ്പം അളിയൻ പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് അളിയൻ കൂടെ എല്ലാം ഇത് ചോദിക്കണേ.
അളിയ ഞാൻ അളിയനോട് ഒരു കാര്യം ചോദിക്കട്ടെ, എന്താ അപ്പോൾ അളിയ ചോദിച്ചു പറഞ്ഞു. അളിയത് എങ്ങനെയാണ് ഈ തെങ്ങിൻ്റെ ഞാൻ തേങ്ങെന്ന് പറഞ്ഞു കണ്ടാന്ന് ചോദിച്ചു. 4 വശത്തിട്ടും അളിയൻ പോയി കൊട്ടണ കണ്ടെന്ന്. അപ്പം വിളഞ്ഞ തേങ്ങ ഉള്ള സ്ഥലത്ത് ഫുഡിനൊരു വ്യത്യാസം ഉണ്ടാണ്. ഞാൻ ഭയങ്കര അങ്ങനെ എൻ്റെ ആകൾ എന്നോട് വന്ന് പറയുന്നുണ്ട്. കാറിലൊക്കെ എപ്പോഴെല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്. ഞാൻ ഈ കാറിലിങ്ങനെ ഒരു ഗ്ലാസ് ബാക്കിലോ ഒരു ഗ്ലാസ് വന്നാൽ അപ്പോൾ ഞാൻ പറയാം അമ്മേ ബാക്കിലെ ഗ്ലാസ് അല്ലെങ്കിൽ ചേട്ടാ. ഓക്കെ, ആദ്യമായിട്ടാണ് എനിക്ക് ഇത്ര ഇമോഷണലായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. പലരും നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതേപോലെ ഇതേ ശൈലിയിൽ നമ്മളെ ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് ഏറ്റെടുക്കുക, നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുക, ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഐ എം സോ ഹാപ്പി. ഒരിക്കൽ കൂടി എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്ന സാറിനും SNDP ശാഖയോട് എല്ലാവർക്കും താങ്ക് യു. പിന്നെ അന്ന് എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇപ്പം എന്നെ ഈ വീഡിയോ അവിടെ അന്ന് എന്നെ കേട്ടിരുന്നവരാരും ഇപ്പോൾ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം ഒരു ഫോണിലാണല്ലോ. സാറിനെ കോൺടാക്ട് ചെയ്യുന്നത് ഈ ഫോണിലാണ്. അപ്പോൾ എല്ലാം ഒരു ഫോണിലായതുകൊണ്ട് എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിരുന്നു, എത്തിക്കാൻ പറ്റിയില്ല. അതിന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലുള്ള എല്ലാ പ്രേക്ഷകരോടും സോറി. മറ്റേ കയ്യിൽ ഫോൺ പിടിച്ചേക്കാതുകൊണ്ടാണ്, സോറി. ഓക്കെ, ദെൻ ബൈ. നമുക്ക് നാളെ കാണാം.